നമുക്കിന്നൊരു കടലക്കറി ആയാലോ. കടല കഴുകി കുക്കറിലിട്ടതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് പാകത്തിനുള്ള ഉപ്പും സബോള, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ടതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചിന്തടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സബോള ഇട്ട് വഴറ്റി രണ്ട് കഷ്ണം വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം ഇട്ട് നമുക്കൊന്നും കൂടി മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ഇട്ട് നമുക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. മസാല മൂത്തതിന് ശേഷം കുറച്ച് കടല എടുത്ത് നമുക്ക് അരയ്ക്കതിന് ശേഷം അതൊഴിച്ച് ഗ്രേവി ആക്കിയതിന് ശേഷം ബാക്കി വേവിച്ച് വെച്ച കടല നമുക്കതിലേക്ക് ഒഴിച്ച് നല്ലൊരു കടലക്കറിയാക്കി എടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മസാലയും നമുക്കതിൽ ചേർക്കാം.